യമ്മി ഇഷ്ടപ്പെട്ടോ? വെച്ച് കൊടുക്കണേ. ആ അമ്മ നിമ്മടെ പിടിച്ചോണേ. വാ വാവ് യമ്മി യമ്മി യമ്മി. വേണോ? ഇനി വേണോ? കൊള്ളാവോ? വേണോ? ഇനിയും വേണോ? ചേച്ചി ഇനിയും കൊടുക്കാം. ചേച്ചി കൊടുക്ക. ചേച്ചി ഉണ്ടോ? വെൽക്കം ബാക്ക് ടു ലിവീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കസ്റ്റേർഡ് ആപ്പിൾ പുഡിംഗ് ആണ്, അല്ലെങ്കിൽ സീതപ്പഴം എന്ന് പറയും. നമ്മളിവിടെയൊക്കെ ആത്തച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ആത്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. 2-3 എണ്ണം ഉണ്ട്, പക്ഷേ ഒരെണ്ണം വിളഞ്ഞു. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ച് ഇപ്പോൾ ചാരത്തിലൊക്കെ വെച്ചിട്ട് അങ്ങനെ അത് ഒരെണ്ണം വിളഞ്ഞ് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഈ ഒരു നാടൻ ആത്തപ്പഴത്തിന് പ്രത്യേക ഒരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആത്തപ്പഴം വെച്ചിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം ഇഷ്ടം പോലെ ഇപ്പം നാട്ടിൽ ഇത് അവൈലബിൾ ആണ്. സീസൺ ആണല്ലോ ആത്തപ്പഴത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആത്തപ്പഴം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യുമല്ല, നമ്മുടെ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്തിട്ട്, ഇച്ചിരി പണിയുണ്ട് ഈ കസ്റ്റേർഡ് ആപ്പിൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ പ്രത്യേകം മാറ്റിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, തന്നെ ഇത് വരും. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താലും നമ്മുടെ സീഡും ഇതൊക്കെ ഇങ്ങ് വരും. ഒരു പുഡിങ്ങിന് വേണ്ടി നമുക്കൊരു 3 ആത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട്, ആത്തച്ചക്കയുടെ സീഡും പൾപ്പും എല്ലാം കൂടി ഇനി സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതുപോലെ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒരു അരിപ്പ വെച്ച് അടിച്ചെടുത്താലും നമുക്കത് കിട്ടും. പക്ഷേ ഇച്ചിരി സമയം എടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമ്മുടെ ഒരു മിക്സിക്കകത്തിട്ടിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചു, അതൊരു 1/2 കപ്പ് പാല് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം അടിച്ചെടുത്താൽ ഈ കറുത്ത സീഡുണ്ടല്ലോ അതും ഇതിൻ്റെ കൂടെ പൊടിഞ്ഞു പോകും. അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്താൽ ഈ നമ്മുടെ ഈ പൾപ്പും സീഡും സെപ്പറേറ്റ് ആക്കി കിട്ടും. പിന്നെ നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് നല്ലതായിട്ട് ഈ ആത്തപ്പഴത്തിൻ്റെ പ്യൂരി കിട്ടും. ആത്തപ്പഴത്തിൻ്റെ പ്യൂരി സെപ്പറേറ്റ് ആകാൻ വേണ്ടി വളരെ കുറച്ച് പാല് ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഒരുപാട് കറക്കി കഴിഞ്ഞാൽ അതിൻ്റെ കറുത്ത സീഡും ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സിയിൽ അരഞ്ഞു. ഇപ്പോൾ കണ്ടല്ലോ, നമുക്കത് ഒരു പരിധി വരെ നമുക്കത് സെപ്പറേറ്റ് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതേപോലെ കുറച്ചുകൂടി വലിയ അരിപ്പയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആക്കി കിട്ടും. ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ട് നമുക്കൊരു ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ സീഡും ഇതിൻ്റെ ഈ പ്യൂരിയും തമ്മിൽ സെപ്പറേറ്റ് ആയി കിട്ടും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ആത്തപ്പഴത്തിൻ്റെ പ്യൂരി എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതിനകത്ത് കുറച്ച് തരികളുണ്ടല്ലോ, ഇങ്ങനത്തെ, അത് നമുക്ക് ഒന്നും കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമ്മളപ്പോൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന ആത്തപ്പഴത്തിൻ്റെ ജ്യൂസും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് അടിക്കാനായിട്ട്. ഏകദേശം നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. അതിനുശേഷം മിക്സിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരയ്ക്കാം. എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ ഇത് അരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പ്യുവർ ആയിട്ടുള്ളൊരു പ്യൂരി കിട്ടും ആത്തപ്പഴത്തിൻ്റെ. കണ്ടല്ലോ, ഇതേപോലൊരു തിക്ക് പ്യൂരി കിട്ടും. അപ്പോൾ നമ്മുടെ ആത്തപ്പഴത്തിൻ്റെ പ്യൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പുഡിംഗ് സെറ്റ് ആകാനുള്ള ചൈന ഗ്രാസ് വേണം. ചൈന ഗ്രാസ് ഞാനൊരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചേക്കുകയാണ്. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് മതി നമുക്ക് ഇത്രയും പുഡിങ്ങിന്. ഇത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇത്രയും മതി നമുക്ക് ഈ ചൈന ഗ്രാസ്. അല്ലെങ്കിൽ ജെലാറ്റിൻ യൂസ് ചെയ്യാം. ജെലാറ്റിൻ ഫ്ലേവേർഡ് അല്ലാത്ത ജെലാറ്റിൻ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അടുത്തത് പാലാണ് വേണ്ടത്. ഞാനൊരു 1/2 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരണം. ഇനിയും ആദ്യം ആ സമയത്ത് തന്നെ, പാല് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വെക്കല് ചൈന ഗ്രാസിന്. ജസ്റ്റ് ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മതി. പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം
പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഉരുകി ഇതേപോലെ നല്ല ഗ്ലാസ് പരുവത്തിലായിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കിന് നമുക്ക് തിളച്ച് വന്ന പാല് ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ആത്തച്ചക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാവൂ. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന ആത്തച്ചക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമേ ചേർക്കാവൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് അങ്ങ് പോവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒരരിപ്പയിൽ അരിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുക. ആ ചൂടോടെ തന്നെ ഒഴിക്കണം, എന്നാൽ മാത്രമേ ഇതെല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ചൈന ഗ്രാസ് പെട്ടെന്ന് തണുത്തുറഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ പുഡിങ്ങിനുള്ള കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറിയ പുഡിങ്ങിനുള്ള ചെറിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട്. അതിലോട്ട് നമുക്ക് മാറ്റാം പെട്ടെന്ന്. നമ്മൾ പുഡിങ്ങിനുള്ള കൂട്ട് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. പെട്ടെന്ന് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നോർമൽ തണുപ്പിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെക്കുക. നമുക്കൊരു 2 മണിക്കൂർ ശേഷം നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഏകദേശം ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ പുഡിംഗ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് പുഡിംഗ് കിട്ടും. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പുഡിങ്. നമ്മൾ നല്ല മെൽട്ടായി പോവും വായിൽ വെച്ചാൽ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ പുറത്തൊന്ന് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് വറുത്തെടുത്താണ്. അതുകൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. അതുകൂടെ ചേരുമ്പോൾ ഇത് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ലൊരു ക്യാരമലൈസ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.